ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യണത്. തേങ്ങാപ്പാൽ ജെല്ലി. അതിനായിട്ട് ഞാനൊരു കടായിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്. അതിനിതുപോലെ നമുക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിലിട്ടിട്ട് വേണം ഒന്ന് വഴറ്റി എടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 4-5 മിനിറ്റ് ടൈം എടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. പിന്നീട് നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് വേവിക്കും. എങ്കിലും ഫസ്റ്റ് നെയ്യിൽ കിടന്നത് നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു തേങ്ങേൻ്റെ പകുതി ഭാഗം, അത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2ാം പാലൊന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അരമുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ട്, നിങ്ങൾ എടുക്കുന്ന നമ്മുടെ പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. അന്ന് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മധുരം പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ അരിപ്പൊടി, നമ്മൾ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അരിപ്പൊടിയിൽ അത് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചാണ് ഞാൻ കലക്കിയെടുക്കാനായിട്ട് പോകുന്നത്. പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം കട്ട കെട്ടാണ്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ. ഒരു ശകലം പോലും കട്ട കെട്ടാണ്ട് വേണം നല്ലൊരു ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ, നമ്മുടെ പഴത്തിൻ്റെ ഒഴിച്ച് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു കൂട്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് കലക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്. അതായത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു വെറൈറ്റി അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിച്ചാൽ മതി. ഇനി നമുക്കിതിലോട്ട് ആവശ്യാനുസരണം ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേകാനായിട്ട് വിടാം. ഒരു 10 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കട്ടി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറച്ചും കൂടെ ഒന്ന് കുറുകി ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ടേ, കണ്ടല്ലോ, നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങയുടെ 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുറുകി ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2ാം പാൽ ഒരു 1/2 കപ്പ് 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു 2ാം പാലും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ തിളയ്ക്കാനായിട്ടോ ഒന്നിനും വിടില്ല. 2ാം പാൽ നല്ല കട്ടിക്കുള്ള 2ാം പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇങ്ങളൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുത്തൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. സ്റ്റൗവും ഞാനങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാൻ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുന്തിരിയോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ കുറച്ച് കപ്പലണ്ടി ആണെങ്കിലും നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്ക തേങ്ങയാണെങ്കിലും ചേർത്ത് കൊടുക്കാം, നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തത്. ഇപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ശകലം കൂടി ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് ഇത് കിട്ടും. അപ്പം നിങ്ങളത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതൊരു ഇളം ചൂടോടുകൂടി വേണം കുടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ജെല്ലി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് ചാനലിലോട്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എന്താ കണ്ടല്ലോ, തണുത്തപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിൽ തന്നെ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങയും അതുപോലെ തന്നെ പഴവും അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സംഭവങ്ങളാണ്. അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പുഡിങ്ങും അതുപോലെ ഒന്നും ഉണ്ടാക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.